The International Cooperative Alliance was organized in options: August 1985, B. August 1895, C. August 1785 and D. December 1865. ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അതായത് ICA എന്നാണ് നിലവിൽ വന്നത് എന്നാണ്. നമുക്കറിയാം ICA എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെയും ഒരു രാജ്യാന്തര ഫെഡറേഷനാണ് നമ്മുടെ ICA. കൂടാതെ ICA ആണ് കോപ്പറേറ്റീവ് വാല്യൂസിൻ്റെയും പ്രിൻസിപ്പൽസിൻ്റെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നതും ICA ആണ്. പിന്നീട് ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഓൾഡസ്റ്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് എന്ത്? നമ്മുടെ ICA. അപ്പൊ ICA നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഓഗസ്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ നോക്കൂ, ഓപ്ഷൻസ് എല്ലാം ഓഗസ്റ്റിൽ, ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാ ഓഗസ്റ്റിലാണ് ഇവർ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളെ തെറ്റിക്കാനായിട്ട് ഇവർ തന്നിട്ടുള്ളത് 1985. നമുക്കറിയാം ഓഗസ്റ്റ് 1895 ആണെന്ന്. 1895 ഓഗസ്റ്റിലാണ് ഇത് നിലവിൽ വന്നത്. പക്ഷെ അവർ നോക്കൂ, തിരിച്ചു തന്നിട്ടുണ്ട് അല്ലേ, ഓഗസ്റ്റ് 1985 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 1895 19-ാം തീയതിയാണ്. 19 ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ ഡേറ്റ് അടക്കം പഠിക്കണം. അപ്പൊ 19 ഓഗസ്റ്റ് 1895 ലണ്ടനിലാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ.